ഇനി വരുന്ന ദിനങ്ങളിലേ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു ലോട്ടറിയെങ്കിലും എടുക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാലല്ലേ, വരാൻ പോകുന്നത് ഇനി ഓണം ബമ്പറാണല്ലേ. 99 BR 99 ഓണം ബമ്പറാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി 40 രൂപയ്ക്ക് ഒരു ലോട്ടറിയൊക്കെ നമ്പർ ട്രിക്ക് ഉപയോഗിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്കത് വിൻ ചെയ്യുമ്പോൾ ഒരു 5000 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5000 മാറുമ്പോൾ ഒരു 500 രൂപയുടെ ഒരു ഓണം ബമ്പർ എടുക്കാം. വിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും അതിൽ പ്രൈസ് ഇല്ലെങ്കിൽ നിരാശപ്പെടരുത്. അത് ഡെയിലി ലോട്ടറി ആണെങ്കിലും ബമ്പർ ലോട്ടറി ആണെങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രമാത്രം ടിക്കറ്റുകൾ നമുക്ക് സെയിലായി പോകുന്നുണ്ട്. അത് സെയിലായി പോണ ടിക്കറ്റുകൾ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കിട്ടുന്ന ടിക്കറ്റുകൾ കുറവാണല്ലോ. അപ്പോൾ ഡെയിലി നമുക്ക് പ്രൈസ് വിൻ ചെയ്യണില്ലെങ്കിൽ അയ്യോ ലോട്ടറി നഷ്ടമാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ പരാജയമാണല്ലോ. നമ്മൾ ടിക്കറ്റ് നോക്കുമ്പോൾ അയ്യോ ഒരു 100 രൂപ പോലും അടിച്ചില്ല, അപ്പം മനസ്സിൽ സങ്കടം വന്നത് അയ്യോ പരാജയമാണ് വന്നത്. അപ്പോൾ പരാജയം മാത്രം നോക്കരുത്, ഡെയിലി എടുത്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 ഒക്കെ എന്തായാലും അടിക്കും. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ലോട്ടറി അടിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ട മെൻറ്റാലിറ്റിയും അത് തന്നെയാണ്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എനിക്കൊരു പ്രൈസ് ഉണ്ട്, ആ വിശ്വാസം അത് പ്രധാനം തന്നെയാണ്. നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിനടുത്തിട്ടുള്ള നമുക്കിതിൽ നിന്നൊരു പ്രൈസ് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഇല്ലാതെ നമ്മൾ എന്തോരം ട്രൈ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസം പ്രാധാന്യം തന്നെയാണ്. ഞങ്ങൾ ഡെയിലി ടിക്കറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ബമ്പർ ടിക്കറ്റ് എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിലൊരു പ്രൈസ് നിങ്ങൾക്കുണ്ട്, ഇതിലൊരു പ്രൈസ് എനിക്ക് ലഭിക്കും. ഈ 100% വിശ്വാസത്തോടുകൂടി നിങ്ങൾ എടുക്കുക. ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ട്രൈ ചെയ്യാതിരിക്കരുത്, മനസ്സ് തളർന്നെടുക്കരുത്. ഹാപ്പി ആയിട്ട് തന്നെ എടുക്കുക. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതല്ലേ എപ്പോഴും. നമ്മളിപ്പോൾ ഒരു ജോബാണെങ്കിലും നമ്മൾ എന്താണോ കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടും എന്നാണല്ലേ പറയണത്. അത് അതിമനോഹരമായിരിക്കും എന്നാണല്ലേ പറയണത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലോട്ടറി എടുക്കുക, ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിൻ ചെയ്യും. ബമ്പറിലേ നമുക്ക് കൂടുതൽ പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൈസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സാധാരണ ബമ്പറിനേക്കാളും ഓണം ബമ്പേഴ്സിൽ പ്രൈസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ട്രിക്ക് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കുക, പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബമ്പേഴ്സിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 5000 ഒക്കെ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് 5000 താഴെയുള്ള പ്രൈസുകളും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ട്രിക്കാണ് 90 to 93. നാലക്ക നമ്പറാണ്. ഇതിൽ 92 + 1 അതാണല്ലോ 93 വന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാലക്ക നമ്പറിൽ സ്റ്റാർട്ടിങ്ങിൽ രണ്ടക്കത്തിനോടുകൂടി 1 ആഡ് ചെയ്തിട്ട് വന്ന നമ്പറാണ് ലാസ്റ്റ് എൻഡിങ്ങിൽ 2 അക്കമെങ്കിൽ അതെടുക്കാൻ പറ്റും. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് 92 93. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകൾ മുൻപിലിരിക്കുന്ന ലോട്ടറികളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ നമ്പറുകളിൽ. മൺസൂൺ ബമ്പറൊക്കെ എടുത്തിട്ടേ നിങ്ങൾക്ക് അടിക്കാതെ പോയവരുണ്ടെങ്കിലേ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കാനും വേണ്ട. ചെറിയ എമൗണ്ടുകൾ നമുക്ക് മിസ്സാവുമ്പോൾ സങ്കടപ്പെടണ്ട. കാരണം അതിലും വലിയ എമൗണ്ടുകൾ നമ്മളെ കാത്തിരിക്കണമെന്ന് തന്നെ വിശ്വസിക്കും.